വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഞാനപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയാമോ? നമ്മുടെ ആലുവയിൽ ഫേമസ് ആയിട്ടുള്ള പ്രേമം പാലം, അക്വാഡക്റ്റ് പാലം, അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് രണ്ട് വണ്ടിയുണ്ട്. വണ്ടി ഏതാണെന്ന് വെച്ചാൽ എക്സ്പൾസ് 200ഉം ഹിമാലയനും. ഇത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ആവശ്യമില്ല. പക്ഷേ കുറേ പേര് പറയുന്നു ഹിമാലയന് എക്സ്പൾസ് 200 ഒരു വലിയ അടിയായി മാറും, ഹിമാലയൻ്റെ സെയിൽസ് കുറയും. പക്ഷേ ഹിമാലയനെ പറ്റി അറിയാവുന്ന ആൾക്കാർ ഒരിക്കലും പോയി എക്സ്പൾസ് എടുക്കില്ല. അല്ലെങ്കിൽ എക്സ്പൾസ് മോശമുള്ള എക്സ്പൾസ് അടിപൊളി വണ്ടിയാണ്. ഓഫ് റോഡർ സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആയിട്ടുള്ളൊരു അടിപൊളി വണ്ടിയാണ് എക്സ്പൾസ് 200. പക്ഷെ അതുപോലെ ഹിമാലയൻ്റേതായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്, എക്സ്പൾസിൻ്റേതായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ ആ രണ്ട് വണ്ടിയുടെയും കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കമ്പയർ ചെയ്യാനും അതിനെപ്പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വണ്ടി കാണാം. അപ്പോൾ ഇതാണ് രണ്ട് വണ്ടിയുടെയും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് അല്ലേ? ഏതായിരിക്കും കാണാൻ അടിപൊളി? അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് കാണാൻ ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്പെക്കിലേക്ക് കിടക്കാം. അപ്പോൾ എക്സ്പൾസ് 200 ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന മെയിൻ കാര്യം വെച്ചാൽ നമ്മുടെ LED ഹെഡ് ലാമ്പാണ്. ഒരു ഡ്യുവൽ LED ഹെഡ് ലാമ്പാണ് വന്നേക്കണേ. അപ്പോൾ നമ്മുടെ ഹിമാലയന് വന്നേക്കണത് സാധാരണ നോർമൽ ബൾബ് ഹെഡ് ലാമ്പാണ് വന്നേക്കണേ. പിന്നെ നോക്കിയാൽ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് നോക്കാം. ഫ്രണ്ട് സസ്പെൻഷൻ ഇതിന് എക്സ്പൾസ് 200 വന്നേക്കുന്നത് 37 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതിൻ്റെ ട്രാവൽ എന്ന് പറയുമ്പോൾ 190 mm ആണ് ട്രാവൽ. അത്രയും അത്യാവശ്യം നല്ലൊരു ട്രാവലാണുള്ളത്. പക്ഷേ അത് കൂടാണ്ട് നമ്മുടെ ഹിമാലയൻ്റെ നോക്കിയാൽ അത് ഇത്തിരി കൂടെ വലുതാണ്. 41 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അത് കൂടാണ്ട് അതിൻ്റെ ട്രാവൽ വന്നെ 200 mm ആണ്. അതായത് എക്സ്പൾസിനെക്കാട്ടും കൂടുതലാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ട്രാവൽ വന്ന സസ്പെൻഷൻ്റെ. പിന്നെ ഒന്ന് നോക്കാൻ പോയാൽ ഫ്രണ്ടിലത്തെ ബ്രേക്സ്, ഹിമാലയൻ്റെ ബ്രേക്ക് വന്നത് നമുക്ക് 300 mm ഫ്രണ്ട് ഡിസ്ക്കാണ് വന്നെ വിത്ത് ഡുവൽ ചാനൽ ABS. ഇതിപ്പോൾ ABS വണ്ടിയല്ല, ഇത് ഡുവൽ ചാനൽ ABSോടെയാണ് ഹിമാലയൻ ഇറങ്ങണേ. അതുകൂടാണ് നമ്മൾ എക്സ്പൾസ് 200ലേക്ക് നോക്കിയാൽ അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് വന്നെ 276 mm ഫ്രണ്ട്. കാർബിന് വന്നത് ഇതേപോലത്തെ നോർമൽ ഡിസ്ക്കാണ്. FIക്ക് വന്നത് പെറ്റൽ ഡിസ്ക് ആയിരിക്കും വിത്ത് സിംഗിൾ ചാനൽ ABS. ഫ്രണ്ടിൽ മാത്രമേ നിങ്ങൾക്ക് ABS അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് ടയർ രണ്ട് വണ്ടിയുടെയും 21 ഇഞ്ച് ടയേഴ്സാണ് ഫ്രണ്ടിൽ. അപ്പോൾ രണ്ടും ടയർ സൈസ് ഏകദേശം സെയിം ആണ്. രണ്ടിനും C8ൻ്റെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ് വന്നേക്കണത്. പിന്നെ നമുക്ക് എൻജിൻ സൈഡിലേക്ക് നോക്കാം അല്ലേ? അപ്പോൾ എൻജിൻ സൈഡ് എക്സ്പൾസ് 200ൻ്റെ എഞ്ചിനും ഹിമാലയൻ്റെ എഞ്ചിനും ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്കത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റിൽ ഞാൻ സ്പെക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സ്പൾസ് 200ൻ്റെ എഞ്ചിൻ തന്നെ 199.6 cc എഞ്ചിനാണ്. സിംഗിൾ സിലിണ്ടർ OHC എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ പവർ തന്നെ 18.4 bhp അറ്റ് 8000 RPM, 17.1 Nm ടോർക്ക്, 6500 RPM ആണ് എക്സ്പൾസിൻ്റെ തന്നെ. അപ്പോൾ നമ്മൾ ഹിമാലയൻ്റെ നോക്കുമ്പോൾ ഇത്തിരി കൂടി വലിയ എഞ്ചിനാണ്. ഹിമാലയന് 411 cc എഞ്ചിനാണ്. 24.5 bhp അറ്റ് 6500 RPM, 32 Nm ടോർക്കാണ് അറ്റ് 4300 RPM. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹിമാലയന് FI മാത്രമേ ഉള്ളൂ, കാർബില്ല. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് പെഡൽ നോക്കാൻ പോയാൽ ഹിമാലയന് ഫുള്ളി എക്സ്പോസ്ഡ് ആണ്. അത് നമ്മൾ ശരിക്കും എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ കോണ്ടിനെൻ്റൽ GTയുടെ ഗാർഡ് കിട്ടും, അത് വാങ്ങിച്ച് വെക്കാറാണ് പതിവ്. ഇനി അടുത്ത എക്സോസ്റ്റ്. എക്സ്പൾസ് 200ൻ്റെ എക്സോസ്റ്റിന് നല്ല കാര്യമുണ്ട്, ചീത്ത കാര്യമുണ്ട്. നല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ല പൊങ്ങിയിരിക്കണം, അപ്സ്വെപ്റ്റ് എക്സോസ്റ്റ് ആണ്. അതായത് നമുക്ക് അത്യാവശ്യം വാട്ടർ ക്രോസിങ്ങും അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഒക്കെ ഓടിക്കാൻ ഇത്തിരി കൂടെ നമുക്ക് ധൈര്യത്തോടെ ഓടിക്കാം. പക്ഷേ ഹിമാലയൻ്റെ നോക്കാൻ പോയാൽ അത് സാധാരണ എല്ലാ വണ്ടിക്കും വന്ന പോലത്തെ സൈഡിലാണ് എക്സോസ്റ്റ് കൊടുത്തേക്കണത്. അപ്പോൾ അത് ഹിമാലയൻ്റെ കുറവെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഹിമാലയൻ്റെ എക്സോസ്റ്റ് ആയാലും അത്യാവശ്യം പൊങ്ങിയാണ് ഇരിക്കുന്നത്, അത്ര താന്നൊന്നുമല്ല ഇരിക്കണേ. പിന്നെ ഞാൻ എക്സ്പൾസ് 200ൻ്റെ എക്സോസ്റ്റിൻ്റെ കുറവ് എന്താണെന്ന് പറഞ്ഞുതരാം. ബാക്കിലിരിക്കാൻ പോണ പില്യൺ സീറ്റ്. പില്യൺ ഇരിക്കുമ്പോൾ ഈ ഫുഡ് പെഗ് കണ്ടോ നിങ്ങൾ? ഈ ഫുഡ് പെഗിൻ്റെ അവിടെ കാല് വെച്ചാൽ ഇവിടെ നിന്നുള്ള ചൂട്, ഈ ഭാഗത്തു നിന്നുള്ള ചൂട്, ചെരുപ്പിട്ടിരിക്കണവരോ അല്ലെങ്കിൽ ഷോർട്ട്സ് ഇട്ടിരുന്നാലും കുറേ ലോങ്ങൊക്കെ പോയി കഴിയുമ്പോൾ ആ ഭാഗം ചൂടായി നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ബാക്കിലിരിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു ഞാൻ കുറവായിട്ട് കാണുന്നു. അവർ ഇതിൻ്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഇത്രയും കൂടെ കൂട്ടണമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ പ്ലേറ്റിങ്ങിൻ്റെയും കാര്യങ്ങളുടെയും. പിന്നെ ബാക്കിലേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ ബാക്കിലത്തെ ഡിസ്ക്, ഇതിൻ്റെ ഡിസ്ക് വന്നത് 220 mm ഡിസ്ക്കാണ് വിത്തൗട്ട് നോൺ ABS ആണ്. പിന്നെ ബാക്കിലത്തെ ടയേഴ്സ് ആണെങ്കിൽ 18 ഇഞ്ച് ടയേഴ്സാണ് ഇതിന് റിയറിൽ വന്നേക്കണ എക്സ്പൾസ് 200ന്. പക്ഷേ നമ്മുടെ ഹിമാലയന് വന്നേക്കണത് 240 mm ബാക്ക് ഡിസ്ക്കാണ് വിത്ത് ABS ആണ്. ഇതിപ്പോൾ നോൺ ABS ആണ്, പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയെല്ലാം ABS മോഡലാണ്. അപ്പോൾ വിത്ത് ഡുവൽ ചാനൽ ABS ആണ് വന്നത്. പിന്നെ ബാക്കിലത്തെ ടയർ സൈസ് 17 ഇഞ്ചാണ് വന്നേക്കണത്. രണ്ടിനും ഡുവൽ പർപ്പസ് C8ൻ്റെ ടയേഴ്സാണ്
സ്റ്റോക്ക് വന്നത്. ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ലൊരു കാരിയർ ഉണ്ട്, സാധനങ്ങളായാലും വെക്കാം. അതേപോലെ Xpulse 200 അത്യാവശ്യം ചെറിയൊരു കാരിയറാണ്, പക്ഷേ കൊള്ളാം, നല്ലൊരു കാരിയറാണ്. പിന്നെ ബാക്കിൽ നിന്നുള്ള ലുക്ക് നോക്കുമ്പോൾ Xpulse 200 LED ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്, അതേപോലെ ഹിമാലയനും LED ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ റിയർ മോണോഷോക്കിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഹിമാലയൻ്റെ റിയർ മോണോഷോക്ക് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഇതിൽ ലിങ്ക് സസ്പെൻഷനാണ് വന്നേക്കുന്നത്. ഇതാണ് ഹിമാലയനിൽ മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് എക്സ്പൾസിനേക്കാളും. ഈ ലിങ്ക് സസ്പെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓഫ് റോഡ് ചെയ്യുമ്പോൾ കൂടുതൽ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ലിങ്ക് സസ്പെൻഷൻ ഉപയോഗിച്ചേക്കണത്. കൂടുതൽ നമ്മുടെ ബാക്കിൽ വന്ന ഫോഴ്സ് നമ്മുടെ മേത്തേക്ക് വരാണ്ട് നമ്മുടെ ബോഡിയിലേക്ക് വരില്ല, മാക്സിമം സസ്പെൻഷൻ തന്നെ അത് അബ്സോർബ് ചെയ്തെടുക്കും. അതിനാണ് ഈ ലിങ്ക് സസ്പെൻഷൻ ഉപയോഗിച്ചേക്കണത്. അതെന്ന് വെച്ചാൽ സസ്പെൻഷൻ വന്ന് ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് പിന്നെയാണ് സ്വിംഗ് ആമിലേക്ക് വന്നേക്കണത്. അത് കൂടാണ്ട് നമ്മൾ എക്സ്പൾസിൻ്റെ നോക്കുവാണെങ്കിൽ എക്സ്പൾസിൻ്റെ ഡയറക്റ്റ് സ്വിംഗ് ആമിലേക്കാണ് അറ്റാച്ച് ചെയ്തേക്കണം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഫോഴ്സ് നമ്മുടെ മേത്തേക്കും വരും എക്സ്പൾസിൻ്റെ. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ് നമ്മൾ ഹിമാലയനും എക്സ്പൾസിൻ്റെയും കാര്യം. അത് ഓഫ് റോഡ് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കൺട്രോൾ ഹിമാലയനിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. പിന്നെ എക്സ്പൾസിൻ്റെ മോണോഷോക്കിൻ്റെ ട്രാവൽ എന്ന് പറയുമ്പോൾ 170 mm ആണ്, അത് 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഹിമാലയൻ്റെ നമ്മൾ നോക്കാൻ പോയാൽ അതും ഒരു 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. അത് കൂടാണ്ട് അതിൻ്റെ ട്രാവൽ തന്നെ 180 mm ആണ് അതിൻ്റെ ട്രാവൽ തന്നെ. ഗിയർ ബോക്സ് ആണ്, ഇതിന് 5 സ്പീഡ് ഗിയർ ബോക്സ് വെറ്റ് ക്ലച്ചാണ് വന്നത്. അതേപോലെ ഹിമാലയൻ ആയാലും 5 സ്പീഡ് ഗിയർ ബോക്സ് വെറ്റ് ക്ലച്ചാണ് വന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ട് വണ്ടിക്കും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വന്നത്. 220 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ട് വണ്ടിക്കും വന്നേക്കണം. അപ്പോൾ അതിന് ഒരു കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. അത്യാവശ്യം നല്ല ഓഫ് റോഡ് പോകാൻ പറ്റിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് രണ്ട് വണ്ടിക്കും. പിന്നെ Xpulse 200 കിക്ക് സ്റ്റാർട്ട് ഉണ്ട് കേട്ടോ, അതിന് സെൽഫും കിക്കും ഉണ്ട്. ഹിമാലയന് കിക്ക് സ്റ്റാർട്ട് ഇല്ല. പിന്നെ ഇതിൻ്റെ സീറ്റ് ഞാൻ പറയാൻ പോയാൽ ഹിമാലയൻ്റെ സീറ്റ് നല്ല കംഫർട്ടബിൾ സീറ്റാണ്. നമുക്ക് സ്പ്ലിറ്റ് സീറ്റാണ് തന്നെ, സിംഗിൾ സീറ്റ് അല്ല. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളാണ്. പില്ലിങ് കംഫർട്ട് ആയാലും അടിപൊളിയാണ്, നമുക്ക് ബാക്കി ഇരിക്കാനായാലും നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇതിൻ്റെ സീറ്റ് ഇത്തിരി ഹാർഡർ സൈഡിലാണ്, അത്ര സോഫ്റ്റ് അല്ല, ഹിമാലയൻ്റെ അത്ര സോഫ്റ്റ് അല്ല ഇത്തിരി. പിന്നെ സിംഗിൾ സീറ്റാണ്. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ സീറ്റ് ഇത്രയും മേളിൽ കയറിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് തെന്നി പോകില്ല. രണ്ട് വണ്ടിക്കും വൈസർ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ ഹിമാലയൻ്റെ വൈസർ ഭയങ്കര പേർപ്പസ്ഫുള്ളാണ്, നമുക്ക് അത്യാവശ്യം വിൻഡ് ബ്ലാസ്റ്റൊക്കെ ശരിക്കും നമുക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വൈസർ അത്ര പേർപ്പസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല, ചെറിയ വൈസറാണ്. നമ്മൾ ഇത്തിരി കൂടെ ശരിക്കും നമ്മുടെ മുഖത്തോട്ട് കറക്റ്റ് ഹൈറ്റ് ഉള്ളവരുടെ മുഖത്തേക്ക് കടിക്കും. പക്ഷേ ഹിമാലയൻ്റെ അത്യാവശ്യം വലിയ വൈസറാണ്, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിൻഡ് ബ്ലാസ്റ്റ് തടയുന്നതായിരിക്കും. യെസ്, അപ്പോൾ ഞാൻ രണ്ട് വണ്ടിയിലും കയറിയിരിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹിമാലയൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഹിമാലയനിൽ നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് വെയിറ്റ് വണ്ടിക്ക് 191 kg ആണ്, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ സീറ്റ് ഹൈറ്റ് വന്നത് 800 mm ആണ്. എനിക്ക് രണ്ട് സൈഡിലും ഫ്ലാറ്റ് ഫുട്ടാണ്, അത്യാവശ്യം നല്ല സുഖമായിട്ടിരിക്കാം. എൻ്റെ ഹൈറ്റ് 5'6" ആണ് എൻ്റെ ഹൈറ്റ് തന്നെ. പിന്നെ റൈഡിങ് പൊസിഷനിലും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. പിന്നെ നമ്മുടെ ഫുട് പേഗ് വന്നത് നേരെ നമ്മുടെ താഴത്തേക്കാണ്. അപ്പോൾ നമുക്ക് എഴുന്നേറ്റിരിക്കുമ്പോഴും നല്ല അടിപൊളി, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഇത് ഓഫ് റോഡൊക്കെ പോകുമ്പോഴും ഈ വണ്ടിയായിട്ട്. പിന്നെ ക്ലസ്റ്റർ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും, ഒരു അനലോഗും ഡിജിറ്റലും ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് ഇതിന് വന്നേക്കുന്നത്. ഇവിടെ നമ്മുടെ കോമ്പസ് ഉണ്ട്, RPM, സ്പീഡ്, ഇവിടെയാണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, എല്ലാ കാര്യങ്ങളും, പിന്നെ ഫ്യൂവലും, അങ്ങനത്തെ കാര്യങ്ങളുള്ളതാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി തന്നെ 15 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. മൈലേജ് നമുക്ക് ഏകദേശം ഇത് BS4 വേരിയൻ്റ് ആണ്, അപ്പോൾ 30 to 32 ആണ് ഇതിൻ്റെ മൈലേജ് ഏകദേശം കിട്ടുന്നത്. 25 to 30 എന്തായാലും നമുക്ക് ആവറേജ് മൈലേജ് ഹിമാലയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് Xpulse 200 ഇരുന്ന് നോക്കാം. Xpulse 200 നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും സീറ്റ് ഹൈറ്റ് വന്നാൽ 823 mm ആണ്. എനിക്ക് ഫ്ലാറ്റ് ഫുട്ടല്ല, ഹാഫ് ഫുട്ടാണ്. ഞാൻ 5 അടി 6 ഇഞ്ചാണ്, അപ്പോൾ എനിക്ക് ഫ്ലാറ്റ് അല്ല. പക്ഷേ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ ഫുട് പേഗ് നമ്മളതിലും ഫ്രണ്ടിലാണ് വന്നത്. ഹിമാലയന് നമുക്ക് ഇവിടെ ഇട്ട് വരും, ഇതിൽ ഇത്തിരി കൂടെ ഫ്രണ്ടിലേക്കാണ് വന്നേക്കണേ. പിന്നെ റൈഡിങ് പൊസിഷൻ ആയാലും ഹാൻഡിൽ ബാസ് അത്യാവശ്യം നല്ല വൈഡ് ഹാൻഡിൽ ബാസാണ്, അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിരിക്കും. പിന്നെ വെയിറ്റ് ഇതിൻ്റെ വന്നെ 154 kg ആണ് Xpulse 200 വെയിറ്റ് വരുന്നത്. അപ്പോൾ വെയിറ്റ് ഹിമാലയനെക്കാട്ടും നല്ല രീതിയിൽ കുറവാണ്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13 liters ആണ്. മൈലേജ് നമുക്ക് ഏകദേശം കമ്പനി പറയണത് 40 to 45 ആണ് മൈലേജ്. അപ്പോൾ ഇതുവരെ വണ്ടി ഡെലിവറായി തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഫീഡ്ബാക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കമ്പനി പറയണത് 40 to 45 ആണ് ഇതിൻ്റെ മൈലേജ് പറഞ്ഞേക്കണത്. ഇത് പിന്നെ നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് തരുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. നമ്മൾ നല്ല ഫ്രണ്ടിലേക്കാണ് ഇരിക്കുന്നത്, അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുതൽ ഫ്രണ്ടിലോട്ടായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് വരാൻ പോണത്. ഹിമാലയനിൽ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് കാണിച്ചുതരാം. എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്കും നമ്മൾ Xpulseൻ്റെ അത്രയും ഫ്രണ്ടിലേക്കല്ല, നമ്മൾ ഇത്രയും കൂടെ ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ കംഫർട്ടും കൂടുതൽ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത് ഹിമാലയനിൽ നിന്നായിരിക്കും. പിന്നെ ഈ ലോങ് ഒക്കെ പോകാൻ ഹിമാലയൻ ഇത്രയും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതിന് ഇത്തിരി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും കൂടെ കംഫർട്ടബിൾ ഹിമാലയൻ തന്നെ ആയിരിക്കും. യെസ്, അപ്പോൾ വണ്ടിയുടെ വില വന്നത് ഹിമാലയൻ്റെ വില വന്നത് 2,20,000 ആണ്. അപ്പോൾ Xpulse 200 വില വന്നത് കാർബ് ആണെങ്കിൽ 1,17,000, നമ്മുടെ FI വേരിയൻ്റ് ആണെങ്കിൽ 1,29,000.
അപ്പോൾ നമ്മൾ ഈ Xpulse 200 ശരിക്കും ഒരു ബിഗിനേഴ്സ് ഓഫ് റോഡാണ്. ഒരു ഓഫ് റോഡ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതിൽ നിന്നൊരു അപ്ഗ്രേഡാണ് ശരിക്കും ഹിമാലയൻ സസ്പെൻഷനായാലും നമുക്ക് കൂടുതൽ ഓഫ് റോഡുകൾ കോൺഫിഡൻസ് തന്നെ ഒരു ടൈപ്പ് വണ്ടിയാണ് ഹിമാലയൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഏതായിരിക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വണ്ടി? Xpulse 200 ആണോ അതോ ഹിമാലയൻ ആണോ? പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ ബിലോ. സൈൻ ഓഫ് ചെയ്യണം മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.